കെ സുധാകരന്റെ വീട്ടിലെ കന്നിമൂലയിലും ഇന്ദിരാഭവനിലെ കസേരക്കടിയിലും കൂടോത്രം കുഴിച്ചിട്ടതാര്? കത്തിക്കയറി കൂടോത്രം വിവാദം കോൺഗ്രസ് ഇരുണ്ട യുഗത്തിലോ? ഇന്ന് നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു വാർത്ത, അതായത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ KPCC അധ്യക്ഷന്റെ വീട്ടിൽ, അദ്ദേഹത്തിന്റെ ഓഫീസിലൊക്കെ കൂടോത്രം നടന്നിരിക്കുന്നു, അതിൻ്റെ തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. തകിടുകൾ അടക്കമുള്ള സാധനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നതാണ്. അതിലൊരു കാര്യം, ഇതൊരു വലിയ വാർത്തയാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ സംശയം. അതവിടെ നിൽക്കട്ടെ. പക്ഷെ അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ട ഒരു വാർത്തയുണ്ട്. അതായത് UP-യിലെ ഹദ്രസിൽ ഒരാൾ ദൈവത്തിൻ്റെ പിന്നാലെ പോയി അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വലിയ യോഗത്തിൽ, പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കുകയും ഇയാൾ നടന്ന കാലടിയിൽ നിന്നും മണ്ണെടുക്കുന്നതിന് വേണ്ടി ജനങ്ങൾ തിക്കും തിരക്കും കൂട്ടി ഏതാണ്ട് 120-ലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വാർത്ത. അത് വലിയ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കണ്ടത്. നമ്മൾ അപ്പോൾ തന്നെ ചിന്തിക്കുന്നു, ഈ കാലത്തും അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരങ്ങളുടെയും ഒക്കെ പുറകെ പോകുന്ന മൂഢന്മാരായിട്ടുള്ള ആളുകളാണോ ഉത്തരേന്ത്യയിൽ ഉള്ളത് എന്ന് നമ്മൾ പരസ്പരം ചോദിക്കുകയാണ്. പക്ഷേ ആ ചോദ്യം ഇന്നലെ നമ്മൾ ചോദിച്ചു. പിന്നെ ഇന്ന് നമ്മൾ കേൾക്കുന്ന ഇതേ കേരളത്തിൽ നിന്നും, അതോ നമ്മുടെ സമൂഹത്തെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട തരത്തിൽ വരെ ഒരു അന്ധവിശ്വാസവുമായി ബന്ധപ്പെടുന്ന ഒരു വാർത്ത വരുന്നു എന്നുള്ളതാണ്. അതാണ് അതിലെ ഒരു വലിയ പിശക് എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അമൽ, ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ചിന്താവിഷയം എന്ന ഈ എല്ലാ ദിവസത്തെയും ചർച്ച തുടങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും കൂടോത്രം പോലൊരു വിഷയം സജീവമായിട്ട് ഈ പരിപാടിയിൽ ചർച്ചയ്ക്ക് വരുന്നത്. ഇപ്പോൾ രാജ്യത്ത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ ആദ്യമായി ഒരു സ്റ്റേറ്റ് നിയമം കൊണ്ടുവരുന്നത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് സർക്കാരാണ്. മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് NCP സർക്കാരാണ്. 2013 ഓഗസ്റ്റ് 18-നാണ് ആ നിയമം പാസ്സാക്കുന്നത് നിയമസഭയിൽ. ഓഗസ്റ്റ് 24 മുതൽ 2013 ഓഗസ്റ്റ് 24 മുതൽ മഹാരാഷ്ട്രയിൽ ആ നിയമം പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ മഹാരാഷ്ട്രയിൽ ആ നിയമം പാസ്സാക്കിയ, ആ നിയമം കൊണ്ടുവന്ന കോൺഗ്രസ് സർക്കാരിൻ്റെ, കോൺഗ്രസ് പാർട്ടിയിലെ 2 ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിലെ ജനപ്രതിനിധികൾ, അവരാണ് ഇപ്പോൾ കേരളത്തിൽ ആരാണ് തൻ്റെ വീടിൻ്റെ കന്നിമൂലയിലും മണ്ണിനടിയിൽ, ഒപ്പം ഇന്ദിരാ ഭവനിൽ, അതായത് KPCC ആസ്ഥാനത്ത് തൻ്റെ ഇരിപ്പിടത്തിൻ്റെ താഴെയും, പിന്നെ താൻ തിരുവനന്തപുരം പേട്ടയിൽ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലും, ഒപ്പം ഡൽഹിയിലെ നർമ്മദ ഫ്ലാറ്റിലും ഒക്കെ കൂടോത്രം കുടിച്ചിട്ടത്, അതിന് പിന്നിൽ ആര് എന്ന സജീവമായ ഗവേഷണത്തിൽ മുഴുകിയിരിക്കുന്നത്. ഒരുപക്ഷെ അവർക്കത് അറിയാം എന്ന് പറയുന്നു, പക്ഷേ നമുക്കറിയില്ല. തെളിവില്ലാത്തതിനാൽ നമുക്ക് ആ പേരുകൾ പുറത്ത് പറയാനും ആകില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. മഹാരാഷ്ട്രയിൽ ആരാണോ ഈ നിയമം കൊണ്ടുവന്നത്, ആ നിയമം പാസ്സാക്കിയ കോൺഗ്രസ് സർക്കാരിലെ, അതിന് പിന്നിൽ പ്രവർത്തിച്ച കോൺഗ്രസ് എന്ന പാർട്ടിയിലെ കേരളത്തിലെ 2 ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ ഇതിന് പിന്നാലെ പോകുന്നു. അവർ കൂടോത്രം ഉണ്ട് എന്ന് അംഗീകരിക്കുന്നു. ഇപ്പോൾ ഇവിടെ പ്രശ്നമുള്ളത് കെ സുധാകരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കെ സുധാകരൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിലെ ഒരേയൊരു റിയൽ ഫൈറ്റർ ആയിരുന്നു. ആണ് എന്നല്ല, ആയിരുന്നു. ഇപ്പോൾ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നയാളെ നേരിടാൻ അന്ന് കണ്ണൂരിൽ കെ സുധാകരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പിണറായി വിജയനെ ആയാലും P ജയരാജനെ ആയാലും അവരോടിടിച്ചു നിൽക്കാൻ കോൺഗ്രസിൽ കണ്ണൂരിൽ, ഇപ്പോൾ കണ്ണൂരിൽ പാർട്ടി ഗ്രാമങ്ങളിൽ, പാർട്ടി കോട്ടകളിലൊക്കെ CPM-ൻ്റെ സ്വാധീനം, കരുത്ത ശേഷിയൊക്കെ നമുക്ക് നന്നായിട്ടറിയാമല്ലോ. അവിടെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്തിയത്, അടിച്ചാൽ തിരിച്ചടിക്കാൻ അന്ന് കെ സുധാകരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ കെ സുധാകരൻ KPCC പ്രസിഡന്റായതിനു ശേഷം, KPCC അധ്യക്ഷനായതിനു ശേഷം അദ്ദേഹത്തിന് ഒട്ടേറെ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് ശാരീരികമായ അവശതകൾ ഒട്ടേറെ ഉണ്ടായിട്ടുണ്ട്. അതിലൂടെയൊക്കെ അദ്ദേഹം വിഷമകരമായ അവസ്ഥകളിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഓർമ്മക്കുറവിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ സുധാകരനുമായി അടുപ്പമുള്ള ആളുകളൊക്കെ നമ്മോട് വ്യക്തിപരമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത്, തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം പുറപ്പെടുമ്പോൾ, കണ്ണൂരിൽ നിന്ന് പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ചില പദ്ധതികളെക്കുറിച്ചൊക്കെ മനസ്സിലുണ്ടാകും. പക്ഷേ തിരുവനന്തപുരത്ത് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം അതേക്കുറിച്ചൊക്കെ മറക്കും എന്നാണ് അത്രേ. അപ്പോൾ അത്രയും നിർഭാഗ്യകരമായ ശാരീരികമായ അവശതകൾ അദ്ദേഹം നേരിടുന്നുണ്ട്. അതിനിടയിൽ മോൺസൺ മാവുങ്കൽ കേസ് ഉണ്ടാവുന്നു. അപ്പോൾ കെ സുധാകരൻ ചിന്തിച്ചു നോക്കുമ്പോൾ, ആലോചിച്ച് നോക്കുമ്പോൾ ഇതിനൊക്കെ പിന്നിൽ ഒറ്റ കാരണമേ അദ്ദേഹം കണ്ടെത്തുന്നുള്ളൂ, അത് കൂടോത്രമാണ്.
പിന്നെ നമ്മൾ ഈ ഉപദേശം തേടുന്ന ആൾക്കാരെക്കുറിച്ചും പറയണമല്ലോ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ, ആത്മാർത്ഥ സുഹൃത്തായ രാജ്മോഹൻ ഉണ്ണിത്താനോടാണ് ഇത്തരം കാര്യങ്ങളിൽ ഉപദേശം തേടുന്നത്. അദ്ദേഹം ഇതിനേക്കാൾ വലിയ വിശ്വാസിയാണ്. അദ്ദേഹത്തിൻ്റെ ഉപദേശം കൂടി കിട്ടിയപ്പോൾ തൃപ്തിയായി. ഇവിടെ ആദ്യം രാജ്മോഹൻ ഉണ്ണിത്താനെ കുറിച്ച് പറയണം. രാജ്മോഹൻ ഉണ്ണിത്താനുമായി ഇപ്പോൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ന്യൂസ് 18 ഡാൻ കുര്യൻ എന്ന റിപ്പോർട്ടറാണ്. ഡാൻ കുര്യൻ രാജ്മോഹൻ ഉണ്ണിത്താനുമായി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനോട് വിശ്വാസിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഡാൻ കുര്യൻ. വിശ്വാസിയാണ് എന്ന് പറയുന്നുണ്ട്. കൂടോത്രത്തിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൂടോത്രത്തിൽ വിശ്വാസമുണ്ട്, എനിക്കതിൽ ഉത്തമ ബോധ്യമുണ്ട് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് താൻ തോൽക്കാൻ വേണ്ടി തനിക്കെതിരെയും കൂടോത്ര പ്രയോഗം ചിലർ നടത്തുകയുണ്ടായി. താൻ അത് നേരത്തെ കണ്ടുപിടിച്ച് താൻ അത് തനിക്കേൽക്കാതിരിക്കാനുള്ള മറുമരുന്ന് ചെയ്തതുകൊണ്ട് താൻ രക്ഷപ്പെട്ടു. 1,00,000 വോട്ടിന് താൻ ജയിച്ചു എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. അപ്പോൾ കൂടോത്രത്തിൽ തനിക്ക് വിശ്വാസമുണ്ട്, തനിക്കത് വിശ്വാസമുണ്ട്, തനിക്കതിൽ ഉത്തമ ബോധ്യമുണ്ട് എന്നുള്ള കാര്യം കാസർകോട്ടെ മാധ്യമ പ്രവർത്തകർക്കും അറിയാം. അവർക്ക് മുന്നിൽ ഞാനത് തെളിയിച്ചിട്ടുണ്ട് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആണ്. നല്ല കൂട്ടാണ്. അല്ല, അദ്ദേഹം ലോക്സഭയിലെ MP ആണ്. ഇവിടെ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ച ഒരാളാണ്. അയാളാണ് ഈ കൂടോത്രം എന്ന് പറയുന്ന അന്ധവിശ്വാസത്തെ താൻ അംഗീകരിക്കുന്നുവെന്ന അഭിമാനത്തോടുകൂടി ഒരു ദൃശ്യമാധ്യമത്തോട് വിളിച്ചു പറയുന്നത്. ആ രാജ്മോഹൻ ഉണ്ണിത്താനെയാണ് കെ സുധാകരൻ സമീപിക്കുന്നത്. തനിക്ക് ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടോ? അപ്പോൾ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ സഹായത്തോടെയാണ് മന്ത്രവാദി കണ്ണൂരിലെ വീട്ടിലേക്ക് വരുന്നത്. ഇവർ നടത്തിയ സംയുക്തമായ അന്വേഷണത്തിനൊടുവിലാണ് ഈ കന്നിമൂലയിൽ നിന്ന് ഈ തകിടും പിന്നെ രൂപവും, തെയ്യത്തിൻ്റെ രൂപം എന്നൊക്കെയാണല്ലോ പറയുന്നത്, നമ്മളത് കണ്ടു. അപ്പോൾ ഈ രൂപവും ഒക്കെ കണ്ടെടുക്കുന്നത് ആദ്യം ഈ കണ്ണൂരിലെ വസതിയിലെ കന്നിമൂലയിൽ നിന്ന്, പിന്നീട് ഇന്ദിരാഭവനിൽ KPCC അധ്യക്ഷൻ്റെ ഇരിപ്പിടത്തിൻ്റെ അടിയിൽ നിന്ന്, മൂന്നാമത് തിരുവനന്തപുരത്ത് പേട്ടയിൽ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൽ കുഴിച്ചിട്ട നിലയിൽ, നാലാമത് ഡൽഹിയിലെ നർമ്മദ ഫ്ലാറ്റിൽ. അപ്പോൾ കാര്യമായി അധ്വാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരാൾ വിശ്വാസിയാകണമോ അവിശ്വാസിയാകണമോ എന്നുള്ളതൊക്കെ അയാളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഈ വിശ്വാസം അല്ലെങ്കിൽ അന്ധവിശ്വാസം എന്നുള്ളത് മറ്റൊരാളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയോ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയോ ആകുമ്പോൾ, അതിനായി ഹീനമാർഗം സ്വീകരിക്കപ്പെടുമ്പോൾ അതൊരു സാമൂഹികമായ ക്രൈമായി മാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വാസിയോ അവിശ്വാസിയോ ഒക്കെ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ അന്ധവിശ്വാസിയാകുമ്പോൾ അല്ലെങ്കിൽ വിശ്വാസം തന്നെ മറ്റൊരാളെ ഹനിക്കുന്നതിന്, മറ്റൊരാളെ ഇല്ലായ്മ ചെയ്യുന്നതിന്, മറ്റൊരാളെ മാനസികമായോ ശാരീരികമായോ തകർക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ വഴിതിരിച്ചു വിടുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ അന്ധവിശ്വാസം അതിനായി ഉപയോഗിക്കുമ്പോൾ അതൊരു സാമൂഹികമായി ക്രൈമായി മാറുന്നു എന്നുള്ളതാണ്. കൂടോത്രം ചെയ്താൽ B ചിലപ്പോൾ ഇല്ലാതാവുകയോ അല്ലെങ്കിൽ ഇല്ലാതാക്കപ്പെടുകയോ അല്ലെങ്കിൽ നേരെ തിരിച്ചൊക്കെ സംഭവിച്ചേക്കാം, നമുക്കറിയില്ല. ഈ കൂടോത്രം തന്നെ നമ്മൾ അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇത് നശിക്കുമോ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യപ്പെടുമോ എന്നുള്ളതല്ല പ്രശ്നം. B നശിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനായി ഹീനമാർഗം സ്വീകരിക്കപ്പെടുന്നു. അതിനെ ഈ രാജ്മോഹൻ ഉണ്ണിത്താനും ഇവരല്ല ചെയ്തത്, ഇവർക്കായി ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഇവരതിനെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പോൾ VM സുധീരൻ KPCC അധ്യക്ഷനായിരുന്നല്ലോ ഒരു കാലത്ത്. 2018 മറ്റോ VM സുധീരൻ്റെ വീട്ടുമുറ്റത്ത് നിന്ന് ഇതുപോലുള്ള ചെമ്പ് തകിടും ഏലസും തൃശൂലവും ഒക്കെ കണ്ടെടുത്തിരുന്നു. അന്ന് VM സുധീരൻ ഈ കൂടോത്രം എന്ന് പറയുന്ന തട്ടിപ്പ് ഉഡായ്പ് പരിപാടിയെ തന്നെ തള്ളി പറഞ്ഞുകൊണ്ട് പോലീസിൽ അറിയിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞത് പുരോഗമന കാലമാണ്, ഇത്തരം പരിപാടികൾ നമ്മൾ അനുവദിച്ചുകൂടാ, ഇതിനെയൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല, ഇതാരാണോ ചെയ്തത് ആ മന്ത്രവാദിയോട് എനിക്ക് സഹതാപം തോന്നുന്നു എന്ന് പറഞ്ഞ ഉടൻ പോലീസിൽ വിളിച്ചറിയിക്കുകയാണ്. KPCC അധ്യക്ഷനായിരുന്ന VM സുധീരൻ 2018 ചെയ്തത്. VM സുധീരനും കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാനത്ത് അധ്യക്ഷനായിരുന്നു. ഇന്നത്തെ അധ്യക്ഷൻ പക്ഷേ ചെയ്തത് ഭാഗ്യം കൊണ്ട് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കൂടോത്രത്തെ അംഗീകരിക്കുകയാണ്. അഭിമാനത്തോടുകൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ അപ്പുറത്തിരുന്ന് പറയുന്നു ഇതിലൊക്കെ എനിക്ക് വിശ്വാസമുണ്ട് എന്ന്. നോക്കണേ, കോൺഗ്രസ് പാർട്ടി എത്തിച്ചേർന്ന നാണം കെട്ട ഒരു ഗതികേട്. അതാണ് ഈ സുബീഷ് പറഞ്ഞതാണ് ഇതിലെ പോയിന്റ്. അതായത് കൂടോത്രം ആരെങ്കിലും ചെയ്തു കൊള്ളട്ടെ, ആ കൂടോത്രം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഇതെന്ത് സാധനം, ഇത് പോട്ടെ എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇതിപ്പോൾ ചർച്ചയ്ക്ക് പോലും എടുക്കില്ല. പക്ഷെ പ്രശ്നം ഇപ്പോൾ തന്നെ സുബീഷ് പറഞ്ഞത്, ഇത് കൂടോത്രമൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു, ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യമെന്ന് സുധാകരൻ പറഞ്ഞ ആ പോയിന്റാണ് വിഷയം അല്ലേ? സുധീരൻ പറഞ്ഞതല്ല, സുധാകരൻ പറഞ്ഞ അതാണ് വിഷയം. പക്ഷേ നമ്മൾ നോക്കൂ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട MP മാർ ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടും അധികം നാളായിട്ടില്ല. കോൺഗ്രസ്സുകാർ എങ്ങനെയാണ് സത്യപ്രതിജ്ഞ
ചെയ്യാൻ വേണ്ടി പോയത് നമ്മൾ കണ്ടു. രാഹുൽ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ, അദ്ദേഹം ഭരണഘടന കയ്യിൽ പിടിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞയ്ക്ക് പോയത്, സത്യപ്രതിജ്ഞ ചെയ്തത്. ഇപ്പോൾ ലോക്സഭയിൽ കഴിഞ്ഞ ഒന്നാം സമ്മേളനത്തിൽ നമ്മൾ കണ്ടു നിരവധി സന്ദർഭങ്ങളിൽ ഭരണപക്ഷത്തെ നേരിട്ടത് പ്രതിപക്ഷം എങ്ങനെയാണ്, ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ക്യാമ്പയിനുകൾ സഭയ്ക്കകത്തും പുറത്തും എല്ലാം തന്നെ ഭരണഘടനയെ സംരക്ഷിക്കണം, ഞങ്ങൾ ഭരണഘടനയെ സംരക്ഷിക്കുവാൻ ബാധ്യതയുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് ശരിയാണ്, ഭരണഘടനയെ സംരക്ഷിക്കേണ്ടതുമാണ്. പക്ഷേ എങ്ങനെയാണ് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുകയും അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടാണ് ഭരണഘടനയെ സംരക്ഷിക്കുന്നതും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതും. അങ്ങനെയാണെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ഭരണഘടനയുടെ അനുച്ഛേദം 51A പറയുന്നത് ജനങ്ങളോട്, പൗരന്മാരോട് പറയുന്ന ചില മൗലിക കടമകളുണ്ട്. നിങ്ങൾ നിർബന്ധമായും ഒരു പൗരൻ എന്ന നിലയിൽ, രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ നിങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കടമകൾ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അനുച്ഛേദം 51A കൃത്യമായി പറയുന്നതിൽ 8ാമത്തെ കടമ നിങ്ങൾ ശാസ്ത്രാവബോധം പ്രചരിപ്പിക്കണമെന്നുള്ളതാണ്. അതായത് രാജ്യത്ത് അനാചാരങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ, ദുരാചാരങ്ങൾക്കൊക്കെ എതിരെ രാജ്യത്ത് ശാസ്ത്രത്തിൻ്റെ വീക്ഷണത്തിൽ കൂടി അല്ലെങ്കിൽ ശാസ്ത്രീയമായ കാഴ്ചപ്പാടോടുകൂടി അതിനെയൊക്കെ പ്രതിരോധിക്കണമെന്നാണ് ഭരണഘടന പറയുന്നത്. ആ ഭരണഘടനയെ സംരക്ഷിക്കുന്നവരാണ് കോൺഗ്രസ് എങ്കിൽ, കോൺഗ്രസ് നേതാക്കന്മാരെങ്കിൽ ഇതുണ്ടാവാൻ പാടുള്ളതല്ല. ഇനി ഇത് പോട്ടെ, ഇവിടെ കോൺഗ്രസിന് ഇവരെക്കാളൊക്കെ മുൻപ് സമുന്നതനായിട്ടുള്ളൊരു നേതാവ് ഉണ്ടായിരുന്നല്ലോ രാജ്യത്തെ, ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തെ രാജ്യത്തെ മുന്നിൽ നിന്ന് നയിച്ചയാളാണ്, കോൺഗ്രസിനെ മുന്നിൽ നയിച്ചയാളാണ്. പിന്നീട് നമ്മുടെ പ്രധാനമന്ത്രിയായി, സാഹിത്യകാരനാണ്, എഴുത്തുകാരനാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹം ഇപ്പോൾ പ്രസക്തനാവുന്നത് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഒരു ശാസ്ത്രാവബോധമുണ്ട്, അല്ലേ? എല്ലാത്തരം അന്ധവിശ്വാസങ്ങൾക്കും എതിരെ നിലകൊണ്ട ഒരു വ്യക്തിയാണ്. അത് എപ്പോഴാണ്? ഇന്നേക്ക് 100 വർഷം മുൻപ് തൊട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ വേറെ ഒന്നും വേണ്ട, ഇപ്പൊ നെഹ്റു എഴുതിയ ഒരു പുസ്തകം, നെഹ്റുവിന്റെ പേരിൽ പ്രസിദ്ധീകരിപ്പിച്ച ഒരു പുസ്തകമുണ്ട്. അതായത് ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന് പറയുന്നത് കത്തുകൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ മകൾ ഇന്ദിരയ്ക്ക് അയച്ച കത്തുകൾ. 1928 അദ്ദേഹം ജയിൽവാസം അനുഭവിക്കുന്ന കാലത്ത് മകൾക്ക്, ഇന്ദിരാ പ്രിയദർശിനിക്ക് അയച്ച കത്തുകളാണ്. 28ഓളം 30ഓളം കത്തുകളുണ്ട്. ഇന്നേക്ക് 100 വർഷം മുൻപാണെന്ന് ഓർക്കണം. ആ കത്തുകളിൽ ഉടനീളം അദ്ദേഹം പറയുന്നത് ശാസ്ത്രത്തെ പ്രചരിപ്പിക്കേണ്ടതിൻ്റെ, ശാസ്ത്രീയമായിട്ടുള്ള വിശ്വാസങ്ങൾ പുലർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. മനുഷ്യൻ്റെ പരിണാമത്തെക്കുറിച്ച്, മനുഷ്യൻ കടന്നു വന്ന സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. അവിടെയെല്ലാം അദ്ദേഹം പറയുന്നത്, മകളോട് പറയുന്നതാണ്, നീ അന്ധവിശ്വാസങ്ങളെ അല്ല നമുക്ക് വേണ്ടത്, ശാസ്ത്രീയമായ ചിന്തകളെ, യുക്തി ചിന്തയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള നെഹ്റുവിൻ്റെ പാരമ്പര്യമാണ് ഈ കോൺഗ്രസിനെങ്കിൽ ഇവർ ഈ നിലയിലല്ല പ്രവർത്തിക്കേണ്ടത്. അതാണ് ഇതിലെ വിഷയം. അത് ഇവിടെ ഇപ്പോൾ ഏതോ ഒരു നാട്ടിലെ ആരും അറിയാത്ത ഏതോ ഒരു രാജ്മോഹനും ഏതോ ഒരു സുധാകരൻ ചേട്ടനും ആണെങ്കിൽ പ്രശ്നമില്ലെന്നേ. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളാണ് ഇപ്പോൾ താൻ തന്നെ ദൈവമാണ്, താൻ ദൈവത്തിൻ്റെ അവതാരമാണ്, താൻ ദൈവത്തിൻ്റെ അവതാര പുരുഷനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീമ്പിളക്കി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വീണ്ടും ജയിച്ച് 3ാം തവണയും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലിരിക്കുന്ന പ്രധാനമന്ത്രിയോട് നിങ്ങൾ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് ഉറക്കെ വിളിച്ച് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ 2 ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധികളാണ്, ജനപ്രതിനിധികളാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഇവരെന്തെങ്കിലും പറയുമ്പോൾ, അല്ലെങ്കിൽ ഇവരിതാ കൂടോത്രത്തെ അംഗീകരിക്കുന്നു. KPCC അധ്യക്ഷനായ MP ആയ K സുധാകരൻ പോലും, അല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പോലും അംഗീകരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആ വഴിക്ക് പോയാൽ എന്ത് ചെയ്യും? ഇതൊക്കെ ഒരു മെസ്സേജ് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, നാട്ടിൻപുറത്ത് ആരും അറിയാത്ത ഒരു സുധാകരനോ രാജ്മോഹനോ ആണെങ്കിൽ ഇത്രയും പ്രശ്നമില്ല. പക്ഷേ ഇവർ ജനപ്രതിനിധികളാണ്, MP-മാരാണ്. അപ്പോൾ ഇവരൊക്കെ ഇത്തരം ഈ തട്ടിപ്പ് ഉടായ്പ് പരിപാടികൾക്ക് പിന്നാലെ പോകുമ്പോൾ ജനം അത് കാര്യമായിട്ടെടുക്കും, ജനം അത് വിശ്വസിക്കും, ജനം അത് അംഗീകരിക്കും. കാരണം ഇപ്പോൾ വലിയ അഭിമാനത്തോടു കൂടിയൊക്കെയല്ലേ നമ്മൾ പറഞ്ഞത് കേരളത്തെക്കുറിച്ച്, അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ പോകാത്ത നാടാണ് എന്നൊക്കെ. അതൊക്കെ തകർന്ന് തരിപ്പണമായല്ലോ 2022 ഒക്ടോബറിൽ. അന്നാണല്ലോ പത്തനംതിട്ട ഇലന്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ കേരളത്തെയാകെ നടുക്കിക്കൊണ്ട്, രാജ്യത്തെയാകെ നടുക്കിക്കൊണ്ട് ഇലന്തൂർ ഇരട്ട നരബലിയുടെ വാർത്തകൾ പുറത്തു വന്നത്. ലോട്ടറി വിറ്റ് ജീവിതം പുലർത്തി പോന്നിരുന്ന 2 സ്ത്രീകളെയാണ്, 49 വയസ്സും 52 വയസ്സും മാത്രം പ്രായമുള്ള 2 സ്ത്രീകളെയാണ്, പത്മ റോസ്ലിൻ എന്ന് പറയുന്ന 2 സ്ത്രീകളെയാണ് നരബലിക്ക് വിധേയരാക്കിയത്. അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കെട്ടിയിട്ട് കഴുത്തറുത്ത് കൊലപ്പെടുത്തി കഷണങ്ങളാക്കി കുഴിച്ചിടുകയാണ് ചെയ്തത്. അത് സംഭവിച്ച കേരളമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരാളോടുള്ള ശത്രുത കൊണ്ട്, അല്ലെങ്കിൽ സ്വയം സുഖഭോഗങ്ങൾ നേടുന്നതിന് വേണ്ടി, സ്വയം സമ്പത്ത് ആർജിക്കുന്നതിന് വേണ്ടി മറ്റൊരാളെ കൊല്ലാൻ, ഏത് ഹീനമാർഗവും സ്വീകരിക്കാൻ മടി കാണിക്കാത്ത ആളുകൾ വസിക്കുന്ന കേരളത്തിൽ 2 ജനപ്രതിനിധികൾ കൂടോത്രത്തിൻ്റെ പിന്നാലെ പോകുന്നു എന്ന് ജനങ്ങൾ അറിയുമ്പോൾ ജനങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? അവർ ഈ ശാസ്ത്രത്തെ തള്ളുകയും ഇത്തരം അന്ധവിശ്വാസങ്ങൾ
അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ പോവുകയും ചെയ്താൽ അതിന് ഇവർ കൂടി കുറ്റക്കാരാകുന്നു അമൽ. ഈ രാജ്മോഹൻ ഉണ്ണിത്താനും ഈ പറയുന്ന കെ സുധാകരനും അടക്കമുള്ള ജനപ്രതിനിധികൾ കൂടിയാണ് കുറ്റക്കാരാകുന്നത് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ നമ്മളെ നയിക്കേണ്ട, സമൂഹത്തെ നയിക്കേണ്ട, രാഷ്ട്രീയത്തെ നയിക്കേണ്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് അവരെന്താണ് ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതൊരു സാമൂഹ്യ പ്രശ്നം കൂടിയാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു വിഷയം ഒരു സാമൂഹ്യ പ്രശ്നം കൂടിയാണ്. ഒരുപക്ഷെ നമ്മുടെ കാഴ്ചപ്പാടാണ് മാറേണ്ടത്. അത് മാറണമെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാവണം. നമ്മളെ ആ നിലയിൽ ചിന്തിപ്പിക്കുവാൻ, ഇതല്ല ശരിയെന്ന് ചിന്തിപ്പിക്കുവാൻ പ്രേരണ തരുന്ന ആളുകൾ നമ്മളെ നയിക്കാൻ ഉണ്ടാവണം. അങ്ങനെയുള്ള നയിക്കേണ്ട ആളുകളാണ് നിയമനിർമ്മാണങ്ങൾ ആവശ്യമാണ്. വേണം. പക്ഷേ അതിലൊരു പ്രശ്നം, അങ്ങനെ ഒരു നിയമനിർമ്മാണം നമ്മുടെ നാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് 3 തവണ ഇതിനുള്ള ശ്രമം നിയമസഭയിൽ നടക്കുകയുണ്ടായി. 2014 അന്ന് UDF ഭരിക്കുന്ന കാലത്താണ് ആദ്യമായിട്ട് നിയമവകുപ്പ് ഇതിൻ്റെ ഒരു കരട് തയ്യാറാക്കി. അതായത് അനാചാരങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കരട്. പക്ഷേ അത് നിയമസഭയിൽ എത്തിയില്ല. പിന്നീട് 2017 PT തോമസ്, അദ്ദേഹം MLA ആയിരുന്നു ആ സമയത്ത്, അദ്ദേഹം ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചു. ഇതേ രീതിയിൽ ദുരാചാരങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ലായിരുന്നു. പക്ഷേ ആ ബില്ലും സഭ അംഗീകരിക്കുന്ന സാഹചര്യമുണ്ടല്ലോ. പിന്നീട് 2021 KD പ്രസന്നൻ MLA, അദ്ദേഹം ഇതുപോലൊരു സമാനമായ രീതിയിൽ സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചു. ആ ബില്ല് പക്ഷേ അവതരിപ്പിച്ച ഘട്ടത്തിൽ അന്ന് സർക്കാരിൻ്റെ പ്രതിനിധി മിനിസ്റ്റർ കെ രാധാകൃഷ്ണൻ പറഞ്ഞത് സർക്കാർ തന്നെ ഇത്തരത്തിലുള്ള ഒരു നിയമം കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട്. ആ ആലോചന നിലവിൽ അത് ആഭ്യന്തര വകുപ്പിൻ്റെ പരിഗണനയിലാണ്, അത് ഉടൻ തന്നെ നിയമമാകും എന്നുള്ള നിലയിലാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും അത് നിയമമായിട്ടില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. അതായത് സർക്കാർ സംവിധാനങ്ങൾ പോലും ഇതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമ സംവിധാനം ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. നിയമം മൂലം ഈ അനാചാരങ്ങൾ, കൂടോത്രമായിക്കൊള്ളട്ടെ, മന്ത്രവാദമായിക്കൊള്ളട്ടെ, മറ്റു തരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളായിട്ടുള്ള ഇതിനെയൊന്നും നിയന്ത്രിക്കാൻ തക്ക ഒരു ഇടപെടൽ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ നിന്നും ഉണ്ടാവുന്നില്ല. നിയമത്തിൽ ഇത് വേണ്ട എന്ന് പറയുന്ന ഒരു, അല്ലെങ്കിൽ ഇതിനെ ശിക്ഷ ഏർപ്പെടുത്തുന്ന ഒരു സംവിധാനം ഇല്ല എന്നുള്ളതും ഇതിലെ ഒരു പരാജയമാണ്. ഇനി അതാണ് വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത ഘട്ടത്തിലേക്ക് കേരളം പോകുമ്പോൾ ഇപ്പോൾ DK ശിവകുമാർ അന്ന് പറഞ്ഞത് എന്താണ്? ഉത്തര കേരളത്തിൽ തനിക്കെതിരെ തന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടി ശത്രുഭൈരവി യാഗവും തനിക്കെതിരെ മൃഗബലിയും നടന്നു എന്നാണ്. അഘോരികൾ നടത്തിയിരുന്ന യാഗങ്ങൾ തനിക്കെതിരെ നടത്തപ്പെട്ടു എന്നാണ് അന്ന് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചിട്ടും അതിന് പിന്നിൽ ആര് എന്നൊന്നും വിശദീകരിക്കാൻ DK ശിവകുമാർ തയ്യാറായില്ല. അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ, അത് കർണാടകത്തിലാകട്ടെ കേരളത്തിലാകട്ടെ, തങ്ങൾക്കെതിരെ കൂടോത്രവും മൃഗബലിയും ഇപ്രകാരമുള്ള അഘോരികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യാഗങ്ങളും ശത്രുഭൈരവി യാഗങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നും തങ്ങൾ അതെല്ലാം വിശ്വസിക്കുന്നു, ആ സമ്പ്രദായങ്ങളൊക്കെ തങ്ങൾ അംഗീകരിക്കുന്നു എന്നും പറയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് ജനങ്ങളെ സ്വാധീനിക്കും എന്നുള്ള അപകടം കൂടി ഇതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇനിയെങ്കിലും ഈ അന്ധവിശ്വാസ നിരോധന നിയമത്തെ അംഗീകരിക്കാൻ ഇതിപ്പോൾ അമലത് വിശദീകരിച്ച് കഴിഞ്ഞു. എന്തുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷമാകട്ടെ അതല്ലെങ്കിൽ UDF ആകട്ടെ അതിന് തയ്യാറാകുന്നില്ല, അതിനുള്ള ചങ്കൂറ്റം കാണിക്കുന്നില്ല, അതിനുള്ള തൻ്റെടം കാണിക്കുന്നില്ല എന്നതിനുള്ള ഉത്തരം ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ഇവരും ഇത്തരം വിശ്വാസങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും പിറകെ പോകുന്നു എന്നുള്ളത് മാത്രമാണ് ആ നിയമം പ്രാബല്യത്തിൽ വരാതിരിക്കാനുള്ള, അല്ലെങ്കിൽ ആ നിയമം ശക്തമായി നടപ്പാക്കാനുള്ള ഏക കാരണം, ഏക തടസ്സം എന്നാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ICL FinCorp, the intelligent choice.